ഓം നമോ ഭഗവതേ വാസുദേവായ. പ്രിയ സജ്ജനങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. സത്സംഗവേദിയിൽ നമ്മൾ ശ്രീമദ് ഭഗവത്ഗീതയിലെ 9-ാം അധ്യായമായ രാജയോഗത്തിലെ 18 ശ്ലോകങ്ങളാണ് പൂർത്തിയാക്കിയത്. ഇന്ന് നമുക്ക് 19-ാമത്തെ ശ്ലോകം നോക്കാം. തപാമ്യഹം അഹം വർഷം നിഗ്രഹണാമ്യുത്സൃജാമി ച അമൃതം ചൈവ മൃത്യുശ്ച സദസച്ചാഹമർജുന. തപാമി അഹം അഹം വർഷം നിഗ്രഹണാമി ഉത്സൃജാമി ച അമൃതം ച ഏവ മൃത്യുശ്ച സത് അസത് ച അഹം അർജുന. ഹേ അർജുന, അഹം ഞാൻ, തപാമി ലോകത്തെ തപിപ്പിക്കുന്നു, അഥവാ ലോകത്തിന് ഊർജം നൽകുന്നു, പ്രകാശവും ചൂടും നൽകുന്നു. അഹം വർഷം ഉത്സൃജാമി, ഞാൻ മഴയെ സൃഷ്ടിക്കുന്നു. ഗ്രഹണാമി ച, അതിനെ തടഞ്ഞു നിർത്തുകയും ചെയ്യുന്നു. അമൃതം ച, അമരത്വം. മൃത്യും ച, മൃത്യു. ഇവയും ഞാനാകുന്നു. അമരത്വവും മൃത്യുവും ഞാനാകുന്നു. സത്ത്, സത്തായത്, നിത്യമായത്, സത്യമായിട്ടുള്ളത്, ആത്മസത്ത, ഉണ്മ, അതും ഞാനാകുന്നു. അസത് ച, അനിത്യമായത്, മിഥ്യയായത്, അതായത് പദാർത്ഥം. സത്തായത് ഊർജം, അസത് ആയത് പദാർത്ഥം, അനിത്യമായത്, മിഥ്യയായത്, അതും ഞാനാകുന്നു. ഹേ അർജുന, ഞാൻ ലോകത്തെ തപിപ്പിക്കുന്ന, ചൂടും വെളിച്ചവും നൽകുന്ന ഊർജമാകുന്നു. ഞാൻ വർഷത്തെ, അതായത് മഴയെ സൃഷ്ടിക്കുകയും തടഞ്ഞു നിർത്തുകയും ചെയ്യുന്നു. ഇത് രണ്ടും ചെയ്യുന്നത് ഞാനാണ്. അമരത്വവും മൃത്യുവും ഞാനാകുന്നു. ആത്മസത്തയായ നിത്യമായ സത്ത്, ഉണ്മ, അതും ഞാനാകുന്നു. അനിത്യമായ മിഥ്യയായ പദാർത്ഥം, അതും ഞാനാകുന്നു. അതായത് നിത്യസത്യയായ ഊർജവും മിഥ്യയായ പദാർത്ഥവും രണ്ടും ഞാനാകുന്നു. അല്ലയോ അർജുന, സ്വയം ജയിച്ചുകൊണ്ട് പ്രപഞ്ചത്തിന് ചൂടും വെളിച്ചവും, അഥവാ ഊർജം പകരുന്നത് ഞാനാകുന്നു. മഴ പെയ്യിക്കുന്നതും അതിനെ നിർത്തുന്നതും ഞാൻ തന്നെയാകുന്നു. അമരത്വവും മൃത്യുവും ഞാൻ തന്നെയാകുന്നു. അതായത് നാശമില്ലാത്തതും നാശമുള്ളതും, അതായത് മാറ്റത്തിന് വിധേയമായതും ഞാൻ തന്നെയാകുന്നു. ആത്മസത്തയും നിത്യമായ സത്യമായിട്ടുള്ള ആത്മസത്തയും അനിത്യമായ ജഡവസ്തുവും, അതായത് ഭൗതിക പ്രപഞ്ചവും ഞാൻ തന്നെയാകുന്നു. സ്വയം ജ്വലിക്കുന്നതോടൊപ്പം ഞാൻ ലോകത്തെയും ജ്വലിപ്പിക്കുന്നു, അതാ തപിപ്പിക്കുന്നു. ചൂടും വെളിച്ചവും ഊർജവും പകരുന്നു. ജലത്തെ തപിപ്പിച്ച് നീരാവിയാക്കി തിരിച്ചെടുക്കുന്നു. അതിനെ വീണ്ടും മഴയാക്കി പുറത്തേക്ക് വിടുന്നു. ഇതെല്ലാം ചെയ്യുന്നത് ഞാനാകുന്നു. പ്രപഞ്ചത്തിൻ്റെ കാര്യവും കാരണവും നിയന്താവും എല്ലാം ഞാനാകുന്നു. അതായത് ഈ പ്രപഞ്ചത്തിലുള്ള സകല വസ്തുക്കളും ഊർജവും പ്രതിഭാസങ്ങളും എല്ലാം ഭഗവത് ഇച്ഛയാലാണ് നടക്കുന്നത്. ഭഗവാൻ തന്നെയാണ് ഇതിനെല്ലാം കാരണഭൂതൻ.
ഇതെല്ലാം ഞാൻ അറിഞ്ഞ് തന്നെയാണ് ഇവിടെ ഓരോ പുൽക്കൊടിയും ചലിക്കുന്നത്. ഇതാണ് ഭഗവാൻ ഈ ശ്ലോകത്തിലൂടെ പറയുന്നത്. അടുത്ത ശ്ലോകം നമുക്ക് അടുത്ത ദിവസം നോക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓം നമോ ഭഗവതേ വാസുദേവായ.